അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട 6ാം ക്ലാസ്സിലെ കുട്ടികളെ, ലിസാനുൽ ഖുർആനിൻ്റെ 2024 ചോദ്യപേപ്പറും അതിനോടൊപ്പം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. പ്രധാനമായി നമ്മൾ പഠിക്കേണ്ട ഭാഗങ്ങൾ ഞാൻ ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിൽ പറയും. ഒന്നാമത്തെ ചോദ്യം നൂസിലു ബിൽ മുനാസിബ്, യോജിച്ചത് ചേർക്കാനാണ്. ഇവിടെ എന്തൊക്കെയുള്ളത്? കുല്ലു ത്വാലിബിൻ ദർസഹു, കുല്ലു ദാരിസിൻ ഫി വക്തിൽ ലഅബി, അഹാക മൻ ഫിൽ അർദ്, അൽ ഹക്ക വ ഇൻ കാന മുറ, കുല്ലു ത്വാലിബിൻ ഫി ദഫ്തരിഹി. ഇവിടെ എന്തൊക്കെയുള്ളത്? ഉൻസുർ, ഇർഹമു, ലിയക്തുബ്, ലിയദ്റുസ്, ലിയൽഅബ്, ഖുൽ. ഇനി നോക്കുക, ഇത് പൂരിപ്പിക്കണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അർത്ഥം അറിയണം. അർത്ഥം അറിയുകയാണെങ്കിൽ അവർക്ക് എത്രയും പെട്ടെന്ന് പൂരിപ്പിക്കാം. രണ്ടാമതൊരു ഓപ്ഷന്, ഈ പൂരിപ്പിക്കേണ്ട ചോദ്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അത് അതുപോലെ കാണാതെ പഠിച്ചവർക്കും പെട്ടെന്ന് പൂരിപ്പിക്കാം. അപ്പോൾ ഈ ചോദ്യം അഥവാ ഈ 5-6 ചോദ്യങ്ങൾ 2-3 തവണ പരീക്ഷയ്ക്ക് ആവർത്തിച്ചു വന്ന ചോദ്യങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ല മാർഗം ഈ ചോദ്യങ്ങൾ നിർബന്ധമായും പഠിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു തരാം. ഇതിൽ ഏറ്റവും സിമ്പിളായത് മൂന്നാമത്തതാണ്. മൂന്നാമത്തത് ഉൻസുർ അഹാക്ക, അത് ഏറ്റവും എളുപ്പമാണ്. ഇൻസുർ അഹാക്ക. ഇനി അർത്ഥം ഞാൻ പറഞ്ഞുതരാം. ഉൻസുർ, നീ സഹായിക്കുക, അഹാക്ക നിൻ്റെ ബ്രദറിനെ, നിൻ്റെ സഹോദരനെ. അപ്പോൾ ഉൻസുർ അഹാക്ക, ഉൻസുർ അഹാക്ക, അത് നിങ്ങൾ പഠിക്കുക. ഇനി നീ സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. എത്ര കയ്പുള്ളതാണെങ്കിലും സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. അപ്പോൾ അതിൻ്റെ അറബി എന്താ? നീ പറയുക എന്നുള്ളതിൻ്റെ അറബി കുൽ. അപ്പോൾ കുലിൽ ഹക്ക വ ഇൻ കാന മുറ, കുലിൽ ഹക്ക വ ഇൻ കാന മുറ. പിന്നെ നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും വാക്ക് ഇതിനകത്തുണ്ടോ നോക്കുക. ഇതാ ഇവിടെ ലഅബ് എന്നുണ്ട്. ലഅബ് എന്ന് പറഞ്ഞാൽ അറിയില്ല നിങ്ങൾക്ക്? കളിക്കുക. ദാരിസ് എന്നുണ്ട്. ദാരിസ് പറഞ്ഞാൽ എന്താ? പഠിക്കുന്നവർ. അപ്പോൾ വക്ത് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. വക്ത് പറഞ്ഞാൽ സമയം. അപ്പോൾ സമയം, അപ്പോൾ കളിക്കുന്ന സമയം, കളിക്കുക. അപ്പോൾ കളിക്കുക എന്നുള്ളതിന് ഇവിടെ ലഅബ് ഉണ്ടല്ലോ. അപ്പോൾ ലഅബ് ഉണ്ടെങ്കിൽ ചോദ്യത്തിൽ ലഅബുമായി ബന്ധപ്പെട്ട വാക്കുണ്ടെന്നു. ഇതാ ലിയൽ അബ്, കണ്ടോ? ലഅബ് ലിയൽ അബ്. അപ്പോൾ മനസ്സിലായി ഇവിടെ ലിയൽ അബാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അർത്ഥം എന്താ? കളിക്കേണ്ട സമയത്ത് വിദ്യാർത്ഥികൾ എല്ലാവരും കളിക്കട്ടെ, ലിയൽ അബ്. അടുത്തത് പിന്നെ അടുത്തെന്താണ്? അപ്പം അഹാക കിട്ടി. അടുത്ത് മൻഫിൽ അർളി. ഇവിടെ എന്താണ്? ഇർഹമു മൻഫിൽ അർളി. അതൊക്കെ പാഠത്തിലുള്ള വാക്ക് അതുപോലെ പഠിച്ചവർക്ക് മാത്രമേ കിട്ടുള്ളൂ. ഇർഹമു, നിങ്ങൾ കരുണ ചെയ്യുക, അല്ലെങ്കിൽ അർത്ഥം അറിയണം. ഇർഹമു മൻഫിൽ അർളി, ഭൂമിയിലുള്ളവർക്ക് നിങ്ങൾ കരുണ ചെയ്യുക. അടുത്തത് ഇവിടെ ദഫ്തർ എന്നുണ്ട്. ദഫ്തറിൻ്റെ അർത്ഥം ആയിരിക്കെങ്കിലും അറിയോ? നോട്ട്ബുക്ക് എന്നാണ്. അപ്പോൾ നോട്ട്ബുക്കിൽ എന്താ ചെയ്യുക? എഴുതുക. എഴുതുന്നതിന് എന്താ പറയുക? കതബ. അപ്പോൾ ലിയക്തുബ്. അപ്പോൾ ലിയക്തുബ് കുല്ലു ത്വാലിബിൻ ഫി ദഫ്തരിഹി. അപ്പോൾ നമുക്ക് 6 കിട്ടി, 5 കിട്ടി, പിന്നെ ഇർഹമു മൻഫിൽ അർളി കിട്ടി, പിന്നെ ഉൻസുർ അഹാക്ക കിട്ടി, പിന്നെ കുല്ലു ദാരിസിൻ വക്തിൽ ലഅബ് കിട്ടി. ഇനി ഒന്നേ ബാക്കിയുള്ളൂ. എന്താണ്? കുല്ലു ത്വാലിബിൻ ദർസഹു. എന്താ? ലിയദുർസ്. ദർസ് ലിയദുർസ്. കണ്ടോ? അങ്ങനെയും നോക്കാം. അപ്പോൾ ഇത് ഫുള്ള് നമുക്ക് റെഡിയായി. ഇനി നമുക്ക് നോക്കാം. അടുത്തെന്താണ്? നുക്കമ്മിറുൽ ജദ്വല. ഈ ജദ്വല് അഥവാ ഈ പെട്ടി എന്ത് ചെയ്യാണ്? പൂരിപ്പിക്കാനാണ്. ഇവിടെ മുദക്കർ, മുഅന്നസ്, മുദക്കർ. ഇതെന്താ സംഭവം? ഇവിടെ മുഫ്രദ്, മുസന്ന, ജം. എന്താ മുഫ്രദ് പറഞ്ഞാൽ? മുഫ്രദ് പറഞ്ഞാൽ ഒരാൾക്ക് പറയുന്നു. മുസന്ന പറഞ്ഞാൽ 2 ആൾക്ക്, ജം എന്ന് പറഞ്ഞാൽ കുറേ ആളുകൾക്ക്. മുദക്കർ പറഞ്ഞാൽ എന്താ? ആണുങ്ങൾക്ക് പറയുന്നത്. മുഅന്നസ് പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് പറയുന്നത്. ഇനി ഇവിടെ ഒരു വാക്ക് കൊടുത്താണ് സിർ. എന്താ ഈ സിർ എന്ന് പറഞ്ഞാൽ എന്താണ്? സിർ എന്ന് പറഞ്ഞാൽ കൽപ്പിക്കലാണ്. കൽപ്പിക്കൽ. അപ്പോൾ കൽപ്പിക്കുന്നതിന് എന്താണ് അറബിയിൽ പറയുക? ഇപ്പോൾ നമ്മൾ കൽപ്പിക്കുന്ന ഫീലുകളാണ് അംർ ഫീൽ എന്ന് പറയുക. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അംർ ഫീൽ ഉണ്ടാക്കുന്ന വിധം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതാണ് അംർ ഫീൽ ഉണ്ടാക്കുന്നത്, അല്ലേ? ഇഖ്റ ബിസ്മി റബ്ബിക എന്ന് പറയുന്ന പാഠം. അപ്പോൾ അംർ ഫീൽ ഉണ്ടാക്കുന്ന ഭാഗങ്ങളൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കൽ അപൂർവമാണ്. പക്ഷെ ഇവിടെ അധികം ചോദിക്കുന്നത് ഈ സർഫാണ് അധികം ചോദിക്കുക. ഇപ്പോൾ ബാ, യബിഉ, തബിഉ, ബിഅ. ഇനി ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്. ഇഫ്തഹ്, ഇഫ്തഹ, ഇഫ്തഹു, ഇഫ്തഹി, ഇഫ്തഹ, ഇഫ്തഹിന. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരാളോട് അറബിയിൽ പറയുമ്പോൾ നീ അതെടുക്ക്, നീ അത് ചെയ്യ്, നീ ഗൾഫിലേക്ക് പോ, അല്ലെങ്കിൽ നീ സ്കൂളിൽ പോ, ഇങ്ങനെ കൽപ്പിക്കുമ്പോൾ കൽപ്പനകൾ നമ്മൾ എങ്ങനെ അറബിയിൽ പറയും, അതാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. അതിനിപ്പോൾ എൻ്റെ മുമ്പിലുള്ള ഒരാണിനോട് പറയാം, അല്ലെങ്കിൽ എൻ്റെ മുമ്പിലുള്ള ഒരു പെണ്ണിനോടാവാം, എൻ്റെ മുമ്പിൽ 2 ആണുകൾ ഉണ്ടെങ്കിൽ ഉണ്ടാവാം, അല്ലെങ്കിൽ എൻ്റെ മുമ്പിൽ കുറേ കുട്ടികളുണ്ട്, കുറേ ആളുകളുണ്ട്, ഇങ്ങനെ കുറേ സാധ്യത ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ഒരാൾ. അപ്പോൾ ഇഫ്തഹ്. ഇഫ്തഹ് എന്ന് പറഞ്ഞാൽ നീ തുറക്കുക. ഇഫ്തഹ എന്ന് പറഞ്ഞാലോ നിങ്ങൾ 2 ആൾ തുറക്കുക. ഇഫ്തഹു എന്ന് പറഞ്ഞാൽ കുറേ ആളുകൾ തുറക്കുക. അപ്പോൾ ഇവിടെ നിങ്ങളൊരു ഫോർമാറ്റ് പഠിച്ചു.
ഇഫ്തഹ്, ഇഫ്തഹ, ഇഫ്തഹു. ഇനി ഏത് ഫിഅല് കിട്ടിയാലും ഏത് വാക്ക് കിട്ടിയാലും നിങ്ങൾക്ക് സർഫാക്കാം. അപ്പോൾ ഉദാഹരണം ഇഖ്റ, ഇഖ്റഅ, ഇഖ്റഉ. ഇദ്ഹബ്, ഇദ്ഹബ, ഇദ്ഹബു. ഇജ്ലിസ്, ഇജ്ലിസ, ഇജ്ലിസു. കണ്ടോ? അടുത്ത ഇഫ്തഹി എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിനോടാണ് പറയുന്നത്. നീ തുറക്കുക, ഒരു പെണ്ണിനോട്. ഇഫ്തഹ നിങ്ങൾ രണ്ട് പെണ്ണുങ്ങൾ തുറക്കുക. ഇഫ്തഹിന നിങ്ങൾ കുറേ പെണ്ണുങ്ങൾ തുറക്കുക. അപ്പം നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇഖ്റ കിട്ടി. ഇപ്പോൾ ഇഖ്റ ഈ നീ ഒരു പെണ്ണ് വായിക്കുക. ഇഖ്റ, ഇഖ്റ ആ, ഇഖ്റഇന. ഇനി ഇജ്ലിസി, ഇജ്ലിസ, ഇജ്ലിസ്ന. അപ്പം മനസ്സിലായില്ലേ? അപ്പം ഈ 6 ഇവിടെ പഠിക്കാനുള്ളൂ. ഈ 6 പഠിച്ചാൽ നിങ്ങൾക്ക് ഏതും എന്ത് ചെയ്യുക, പറയാൻ കിട്ടും. ഇഫ്തഹ്, ഇഫ്തഹ, ഇഫ്തഹു, ഇഫ്തഹി, ഇഫ്തഹ, ഇഫ്തഹിന. ആ 6 നിങ്ങൾ പഠിച്ചോ. ഇനി നിങ്ങൾക്ക് ഏത് വാക്ക് കിട്ടി കഴിഞ്ഞാലും ഇതുപോലെ സർഫാക്കിയാൽ മതി. ഇനി നോക്കുക, ഇവിടെ അങ്ങനെ തന്നെ ആയിരിക്കും. ഉൻസുർ കണ്ടോ? ഇഫ്തഹ് പോലെ തന്നെ ഇവിടെയും ഉൻസുർ, ഉൻസുറ, ഉൻസുറു, ഉൻസുരി, ഉൻസുര, ഉൻസുർന. കണ്ടോ? ഇനി സിർ, സിർ, സീറ. അതിൽ ചെറിയ വ്യത്യാസമുണ്ട്. കാരണം ഇവിടെ 2 അക്ഷരമുള്ള വാക്കായതുകൊണ്ട് ഇങ്ങനെയുള്ളൂ. സിർ, സീറ, സീറു, സീരി, സീറ, സിർന. അപ്പോൾ ഇത് നിങ്ങൾ കാണാതെ പ്രത്യേകം പഠിക്കുക. പിന്നെ ഈ 6 പഠിച്ചാൽ പിന്നെ ബാക്കിയുള്ള ഏതും കിട്ടും. 2 അക്ഷരമുള്ള ഇതും അതുപോലെ ബ്യവും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കുൽ. ഈ 2 അക്ഷരങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. ഇത് പഠിക്കാൻ വളരെ സിമ്പിളാണ്. സിർ, സീറ, സീറു, സീരി, സീറ, സിർന, സിർ, സീറ, സീറു, സീരി, സീറ, സിർന. അടുത്ത് കുൽ, കൂല, കൂലു, കൂലി, കൂല, കുൽന, കുൽ, കൂല, കൂലു, കൂലി, കൂല, കുൽന, ബി, ആ, ബിഉ, ബിഇ, ബി, ആ, ബിഅന, മുർമുറ, മുറു. ഇവിടെ ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടെ മൂറാന്നില്ല, മുർമുറ. ശ്രദ്ധിക്കണം. മുർമുറ, മുറു, മുരി, മുറ, മുർണ. അപ്പം ഞാനിത് പറയാൻ കാരണം 2-3 പരീക്ഷൻ്റെ ചോദ്യപേപ്പർ ഞാൻ നോക്കിയപ്പോൾ ഇത് പൂരിപ്പിക്കാൻ വന്നിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ ഇഫ്തഹ് തരും, അല്ലെങ്കിൽ ഉൻസുർ തരും, അല്ലെങ്കിൽ സിർ തരും, അല്ലെങ്കിൽ മുർ തരും. എന്തെങ്കിലും ഒന്ന് തന്നിട്ട് പൂരിപ്പിക്കാനില്ലാത്ത ചോദ്യപേപ്പർ കുറവാണ്. അതുകൊണ്ട് ഇത് നിർബന്ധമായി നിങ്ങൾ പഠിക്കണം. ഇനി നിങ്ങൾ നോക്കുക, ഇവിടെ കണ്ടോ മുദക്കർ. അപ്പോൾ സിർ, സീറ, സീറു. പിന്നെ ഇവിടെ മുഅന്നസ് ഉൻസുരിയാണ്. അപ്പോൾ ഉൻസുർ എന്നുള്ളതിൻ്റെ 2ാമത്തെ വരിയാണ്. ഉൻസുരി, ഉൻസുറ, ഉൻസുർന. അടുത്ത മുദക്കർ ഉൻസുർ, ഉൻസുറ, ഉൻസുറു. അപ്പോൾ 1ാമത്തെ വരിയാണ് ഇവിടെ ലാസ്റ്റ് വരി ചോദിച്ചത് അല്ലേ. ഉൻസുർ, ഉൻസുറ, ഉൻസുറാണ് ഇവിടെ അടിയിൽ എഴുതേണ്ടത്. പിന്നെ ഉൻസുരിയാണ് അഥവാ ഇവിടുത്തെ 2ാമത്തെ വരിയാണ് ഇവിടെ ഈ കള്ളിയിൽ എഴുതേണ്ടത്. മനസ്സിലായല്ലോ? അടുത്തത് മുർ നോക്കുക നിങ്ങൾ. മുർ വന്നു കണ്ടോ? മുർ, മുറ, മുറു. ബി എന്ന ഇവിടെ നേരെ റിവേഴ്സ് ആണ് ഇവിടെ കൊടുത്തത്. നേരെ ഓപ്പോസിറ്റ് ആണ് കൊടുത്തത്. ഫസ്റ്റ് വരി ഇവിടെ, സെക്കൻഡ് വരി ഇവിടെ വരിക. മനസ്സിലായില്ലേ? അപ്പൊ അത് കാണാതെ പഠിച്ചവർക്ക് വളരെ എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഇത്. അപ്പൊ നിങ്ങൾ ഈ പാഠത്തിൽ പഠിക്കേണ്ട കാര്യമാണ്. ഇപ്പോ പൂരിപ്പിക്കാൻ വന്നിടത്ത് കണ്ടില്ലേ, ഉൻസുറാഹാക്ക. ഇത് ആവർത്തിച്ച് വന്നതാണ്. നിങ്ങൾ പഠിക്കുക. എങ്ങനെ പഠിക്കുക? ഉൻസുറാഹാക്ക, ഉൻസുറാഹാക്ക, അങ്ങനെ പഠിക്കുക. പിന്നെ ഇർഹമു മൻഫിൽ അർള് ഖുലിൽ ഹഖ വ ഇൻ കാന മുറ. ഇനി ഒരു പക്ഷേ ഇത് വന്നാലും നിങ്ങൾക്ക് എഴുതാൻ കിട്ടണം. വഖുർ റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ. വഖുർ റബ്ബി, വഖുൽ അവിടെ വഖുൽ എന്നാണ്. ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ. പിന്നെ ഫൈദാ ഫറഗത ഫൻസബ ഇലാ റബ്ബിക ഫർഗബ. അതെല്ലാവർക്കും കിട്ടും. അപ്പോൾ ഈ പാഠത്തിൽ നിങ്ങൾ പഠിക്കേണ്ട വാക്കുകൾ ഇതാണ്. അതേപോലെ ഇതാ ഇൻഹ, നഹ, എൻഹന്റെ അംർഫീൽ എന്താണ്? ഇൻഹ. ദഅ യദഉ, ഉദ്ഉ. പിന്നെ വലിയ, യലി, ലി. പിന്നെ വഖാ, യഖീഖി. ഞാൻ ഈ അടയാളപ്പെടുത്തിയത് പ്രത്യേകം നോട്ട് ചെയ്ത് നിങ്ങൾ പഠിക്കണം. ഒരു പക്ഷേ പരീക്ഷയ്ക്ക് വരും. പിന്നെ ഇതാ തഫ്തഹു, അതിൻ്റെ അംർഫീൽ എന്താ? ഇഫ്തഹ്. തക്സിറു, ഇക്സിർ. തൽഅബു, ഇൽഅബ്. തസ്അലു, ഇസ്അൽ. പിന്നെ തക്നിസു, ഇക്നിസ്. പിന്നെ തഫ്രഹു, ഇഫ്രഹ്. തഖ്തുലു, ഉഖ്തുൽ. തദ്റുസു, ഉദ്റുസ്. തൻളുറു, ഉൻളുർ. തഖ്ദുമു, ഉഖ്ദും. ബാഅ യബീഉ, തബീഉ, ബിഅ. നാമ യനാമു, തനാമു, നം. സാറ യസീറു, തസീറു, സിർ. നാല യനാലു, തനാലു, നെൽ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അംർഫീൽ എടുക്കാനും ഒരു റിസ്ക്കും ഇല്ല. എന്താ ഇവിടെ പറയുന്നുണ്ട്, ഇത് ഒരു പക്ഷേ പൂരിപ്പിക്കാൻ വരും. ഇത് പൂരിപ്പിക്കാനല്ല വന്നത്, ഒരു തവണ പരീക്ഷയ്ക്ക് വന്നത് ഇതിൻ്റെ അർത്ഥം എഴുതാനാണ്. എങ്ങനെ? അതാ അൽ അംറുൽ ഹാദിറു യുകവ്വിനു മിനൽ മുളാരിഇൽ ഹാദിരി ബിഹദ്ഫി ഹർഫിൽ മുളാറഅതി വസുകൂനിൽ ആഖിരി. ഹാദ ഇദാക്കാന മാബാദ ഹർഫിൽ മുളാറാത്തി മുതഹരിക്കൻ. അത്ര റിസ്ക്കുള്ള കാര്യമൊന്നുമല്ല. അർത്ഥം എഴുതാൻ വന്നാൽ പണിയൊന്നുമില്ല. എന്താ? മുളാറാത്തിൻ്റെ ഹർഫിനെ കളഞ്ഞതിന് ശേഷം അവസാനം സുക്കൂൻ ചെയ്യൽ കൊണ്ട് അംർ ഹാദിർ എടുക്കുന്നതാണ്. മുളാരി ഹാദിറിൽ നിന്ന് എന്താണ്? മുളാറാത്തിൻ്റെ അക്ഷരം കളഞ്ഞതിന് ശേഷം പിന്നെ അവസാനം സുക്കൂൻ ചെയ്യൽ കൊണ്ട് അംർ ഹാദിർ എടുക്കും. എപ്പോൾ?
മുദാറഅത്തിന്റെ അക്ഷരത്തിന് ശേഷമുള്ള അക്ഷരം ഹർക്കത്തുള്ളതാണെങ്കിൽ. ഇത് നിങ്ങൾ കാണാതെ റിസ്ക് എടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞ ഈ ഭാഗം നിങ്ങൾ പക്ക റെഡിയാക്കുക. ഇത് ഫുൾ സെറ്റാക്കി വെച്ചാൽ നിങ്ങൾക്ക് ഏത് ചോദ്യത്തിനും ഉത്തരം എഴുതാൻ കഴിയും. ഈ 6 നിങ്ങൾ പഠിച്ചു വെക്കുക. ഇഫ്തഹ് ഇഫ്തഹ് ഇഫ്തഹു ഇഫ്തഹ് ഇഫ്തഹ ഇഫ്തഹിന. അങ്ങനെ ഏത് ഫീൽ കിട്ടിയാലും സർഫാക്കാൻ പഠിക്കുക. രണ്ടക്ഷരമുള്ള വാക്കുകൾ പ്രത്യേകം നോട്ട് ചെയ്യുക. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. അദാത്തു നഫി ഫിൽ മാദി ഡാഷ് ഫി അവലിൽ ഫിഅലി. ഉണ്ടോ? അദാത്തു നഫി ഫിൽ മാദി ഹർഫുമ എന്നാണ് ഇവിടെ പൂരിപ്പിക്കേണ്ടത്. ബാക്കി ഇവിടെ ഉണ്ട് ഫി അവലിൽ ഫീലി. കണ്ടോ? അപ്പൊ ഹർഫുമ മാത്രം ഇവിടെ എഴുതിയാൽ മതി. അതായത് മാലിയായ ഫീലിനെ നഫി ചെയ്യാൻ മാ കൊടുത്താൽ മതി. എന്താ ഈ മാലിയായ ഫീൽ പറഞ്ഞാൽ? അതറിയില്ല. മാലിയായ ഫീൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു സംഭവം, ഞാൻ ഇന്നലെ പരീക്ഷ എഴുതി, പിന്നെ സ്കൂളിൽ പോയി, പിന്നെ ഭക്ഷണം കഴിച്ചു, ഗ്രൗണ്ടിലേക്ക് കളിക്കാൻ പോയി, ഇങ്ങനെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയുന്നതിനാണ് മാലിയായ ഫീൽ എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എടുക്കാൻ, അതായത് ഞാൻ പോയിട്ടില്ല, ഞാൻ എഴുതിയിട്ടില്ല, ഞാൻ സ്കൂളിൽ പോയിട്ടില്ല, പഠിച്ചിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല, ഭക്ഷണം കഴിച്ച്, ഇങ്ങനെ എല്ലാത്തിനും ഇല്ല എന്ന അർത്ഥം കിട്ടാൻ എന്ത് മതി? മാ കൊടുത്താൽ മതി. ഏതില്? മാലിയായ ഫീലില്. അപ്പോൾ ഇവിടെ മാ ദഹബ പോയിട്ടില്ല, മാ ദഹബ മാ ദഹബു, മാ എന്ന് പറഞ്ഞാൽ ല അങ്ങനെ പഠിച്ചു വെച്ചാൽ മാ ല മാ ജാ വന്നിട്ടില്ല, പിന്നെ മാ കാല പറഞ്ഞിട്ടില്ല, മാ ബാ വിറ്റിട്ടില്ല, മാ മദ്ദ നീട്ടിയിട്ടില്ല. ഇങ്ങനെ മാ ചേർന്നാൽ എന്താ അർത്ഥം? ഇല്ല. പഠിച്ചില്ലേ? ഇനി നോക്കാം, അടുത്ത നോക്കാം. ഇദാ ദഖല, അടുത്ത ചോദ്യം. ഇദാ ദഖല ഹർഫു ഡാഷ് ഫി അവലി യകൂനു മൻഫിയൻ വ ഇല്ലാ യകൂനു മുസ്ബത്തൻ. അപ്പൊ ഇവിടുന്നാണ് ഈ ചോദ്യം. ഇദാ ദഖല ഹർഫു ല. കണ്ടോ? അപ്പൊ ഇവിടെ എന്താ ചോദ്യം? ഇദാ ദഖല ഹർഫു ഡാഷ്. ഏത് ഹർഫാണ്? ല ഹർഫ് കടന്നാൽ ഇദാ ദഖല ഹർഫു ല ഫി അവലിൽ മുളാരിഇ യകൂനു മൻഫിയൻ വ ഇല്ലാ യകൂനു മുസ്ബത്തൻ. ഇവിടെ ഉണ്ട്, നമ്മൾ പൂരിപ്പിക്കേണ്ട എന്തേ ഉള്ളൂ? ഫി അവലിൽ മുളാരി, അതുപോലെ ഹർഫുല. അപ്പോൾ ഇത് പഠിക്കാൻ എന്താ ചെയ്യുക? ഇത് നിങ്ങൾ അർത്ഥം മനസ്സിലാക്കിയിട്ട് കാണാതെ പഠിക്കുക. അതാണ് ഇത് മനസ്സിലാക്കാനുള്ള വഴി. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇദാ ദഖല പ്രവേശിച്ചാൽ, ഹർഫുല കടന്നാൽ, അഥവാ ഹർഫുല ല എന്ന അക്ഷരം വന്നു എവിടെ? ഫി അവലിൽ ഫീലിൽ മുലാരിയായ ഫീലിന്റെ ആദ്യത്തിൽ വന്നാൽ യകൂനു മൻഫിയൻ, അതെന്താകും? മൻഫി പറഞ്ഞാൽ നെഗറ്റീവ് ആകും, അഥവാ ഇല്ല എന്നർത്ഥം വരും. അങ്ങനെ ഇല്ലെങ്കിലോ, അങ്ങനെ നെഫിന്റെ ലാ വന്നിട്ടില്ലെങ്കിലോ യകൂനു മുസ്ബത്തൻ, അത് പോസിറ്റീവ് ആകും. ഇതവിടെ കണ്ടോ? വളരെ സിമ്പിളാണ്. അൽ മുസ്ബത്തു അൽ മൻഫി. കണ്ടില്ലേ? യൻളുറു, ഇവിടെ ലാ കൂട്ടി പറഞ്ഞാൽ ലാ യൻളുറു. യൻളുറു പറഞ്ഞാൽ നോക്കും, ലാ യൻളുറു നോക്കൂല. യുഅ്മിനു വിശ്വസിക്കും, ലാ യുഅ്മിനു വിശ്വസിക്കൂല. യദ്ഖുലു പ്രവേശിക്കും, ലാ യദ്ഖുലു പ്രവേശിക്കൂല. യജ്ലിസു ഇരിക്കും, ലാ യജ്ലിസു ഇരിക്കൂല. യക്ദിബു കളവ് പറയും, ലാ യക്ദിബു കളവ് പറയൂല. അപ്പോൾ ഇല്ല എന്ന് അർത്ഥം കിട്ടണമെങ്കിൽ ലാ ചേർത്താൽ മതി. എവിടെ? മുലാരിയ ഫീലിൽ. മാലി ആണെങ്കിലോ മാ. അപ്പോൾ രണ്ടും പഠിച്ച് നമ്മൾ കഴിഞ്ഞു അല്ലേ? ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. എന്താണ് അടുത്ത ചോദ്യം? ഈ ചോദ്യം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാ ചോദ്യ പേപ്പറിലും ഉണ്ടാവും. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾ ഈ പ്രാവശ്യത്തെ ലിസാനുൽ ഖുർആനിലും ഈ ചോദ്യങ്ങൾക്ക് ഉണ്ടാവും. അഥവാ കുറച്ച് ജുംലകൾ തന്നിട്ട്, കുറച്ച് സെൻറ്റൻസ് തന്നിട്ട് ആ സെൻറ്റൻസ് ഇസ്മിയായ സെൻറ്റൻസ് ആണോ അല്ല ഫിഅലിയായ സെൻറ്റൻസ് ആണോ എന്ന് വേർതിരിക്കാനാണ്. ഇത് എഴുതാൻ വളരെ എളുപ്പമുള്ള പണിയാണ്. വളരെ സിമ്പിൾ പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഒരു പണിയില്ലതിന്. ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നോക്കുക നിങ്ങൾ. അൽ വലതു നായിമുൻ. ഇതിൻ്റെ ആദ്യത്തെ വാക്കാണ് അൽ വലതു. ഇതൊരാളെ പേരാണ്, ഒരു വസ്തുവിൻ്റെ പേരാണ്, അല്ലെങ്കിൽ ആളെ പേരാണോ നോക്കുക. അതാണെങ്കിൽ ഇസ്മിയായ ജുംലയായിരിക്കും. മനസ്സിലായോ? ആദ്യത്തേത് അഥവാ ഈ സെന്റൻസ് തുടക്കത്തിലുള്ള വാക്ക് ഫിഅലാണെങ്കിൽ ഫിഅലിയായ ജുംല, ഇസ്മാണെങ്കിൽ ഇസ്മിയായ ജുംല. വളരെ സിമ്പിളാണ്. അപ്പം നിങ്ങൾക്ക് ഇത് ഫിഅലാണോ ഇസ്മാണോ എന്ന് എങ്ങനെ നോക്കുക? അർത്ഥം നോക്കണം. അൽ വലതു, വലത് പറഞ്ഞാൽ കുട്ടിയല്ലേ? അപ്പോൾ ഇതെന്താണ്? ഇസ്മിയായ ജുംലയാണ് അല്ലേ? കുട്ടി എന്ന് പറഞ്ഞ ഒരാളെ പേരല്ലേ? കുട്ടി ഒരു പ്രവർത്തനമല്ലേ? ചായ കുടിക്കുക, വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞ ഒരു പ്രവർത്തനമാണോ? അല്ല. അപ്പോൾ അത് ഇസ്മിയായ ജുംല. അൽ ഹദീഖത്തു ഉണ്ടോ? ഹദീഖത്ത് പറഞ്ഞാൽ പൂന്തോട്ടം. അപ്പോൾ അത് ജുംലത്ത് ഇസ്മിയ. സുർന മഖാബിറ സ്വാലിഹീന. സുർന സാറ യസൂറു സുർന എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞങ്ങൾ വിസിറ്റ് ചെയ്തു, ഞങ്ങൾ സിയാറത്ത് ചെയ്തു. അപ്പോൾ അതൊരു പ്രവർത്തനമാണ് അല്ലേ? അപ്പോൾ ഒരു പ്രവർത്തനമാകുമ്പോൾ അത് ഫിഅലാണ്. ഫിഅലാകുമ്പോൾ അതെവിടെയാണ്? ജുംലത്തുൽ ഫിഅലിയാണ്. അടുത്ത നഖ്റഉ പറഞ്ഞാൽ എന്താ? നമുക്ക് വായിക്കാം, അല്ലെങ്കിൽ നമ്മൾ വായിക്കും. വായിക്കുക പറഞ്ഞാൽ ഒരു പ്രവർത്തനമല്ലേ? ഒരു ഫിഅലല്ലേ? ഒരു വെർബല്ലേ? അപ്പോൾ ഫിഅലിയായ ജുംല. അടുത്ത്
ലാ യർലല്ലാഹു ലിബാദിഹിൽ കുഫ്ര, ലാ യർല തൃപ്തിപ്പെടൂല. ഇനി ഈ അത് മനസ്സിലാക്കാണ് വേറെ എളുപ്പമുണ്ട്. ലാ എവിടെ കിടക്കുക? മുദാരിയ ഫീലിലേക്ക് കിടക്കുക. അപ്പൊ ഫീല മനസ്സിലായല്ലോ. അപ്പൊ ഫീലിയ ജുംല. അള്ളാഹു നൂറു സമാവാത്തി, അള്ളാഹു ഇസ്മല്ലേ, അപ്പൊ ജുംലത്ത് ഇസ്മിയ. അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു, ഇതെന്തായാലും പരീക്ഷയ്ക്ക് വരും. ഇത് ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഇതിന്റെ ചോദ്യങ്ങൾ കണ്ടെത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നല്ലോണം വർക്കൗട്ട് ചെയ്യണം. ഫീലിയായ ജുംലയും ഇസ്മിയായ ജുംലയും വേർതിരിക്കാനും. ഉണ്ടാകാത്ത പരീക്ഷ വളരെ കുറവാണ്. ഇതാ കണ്ടില്ലേ? ലാ യർലല്ലാഹു ലിബാദിഹിൽ കുഫ്ര അക്രമുന്നാസി ബഅദൽ അംബിയാഇ അസ്ദിഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു സുർന മഖാബിറ സ്വാലിഹീന നാലത്ത് മദ്റസത്തുന മൻസിലത്തൻ ഷരീഫത്തൻ അവ്വലു റഈസിൽ ലിജംഇയ്യത്തുൽ ഉലമാഇ സയ്യിദ് അബ്ദുറഹ്മാൻ വരക്കലി നഖറഉ കുല്ല ലൈലത്തിൻ സൂറത്ത് യാസീൻ ലാ നത്റുകു സൗമ യൗമ ഈദിൻ ഫി റമദാന. ഒന്ന് നിങ്ങളാക്കിയാട്ടെ, ഇസ്മിയ ജുംല ഫീലിയ ജുംല ഒന്ന് പറഞ്ഞാട്ടെ. ലാ യർല, ലാ വന്നു. അപ്പോൾ ലാ ഇവിടെ കിടക്കാം മുദാരിയ ഫീൽ. അപ്പോൾ ഉറപ്പിച്ചു ഫീലി ജുംലത്ത് ഫീലിയാണ്. അക്രമുന്നാസി അല്ലേ? അക്രമുന്നാസി എന്ന് പറയുമ്പോൾ അക്രം എന്ന് പറഞ്ഞാൽ ഇസ്മാണ് കേട്ടോ. ജനങ്ങളിൽ ഏറ്റവും ബഹുമാന്യൻ. അടുത്ത സുർ, അപ്പൊ ഇസ്മിയ ജുംല. അടുത്ത സുർന, ഞങ്ങൾ സന്ദർശിച്ചു, അപ്പൊ ഫീലിയ ജുംല. നാലത്ത് മദ്രസത്തുന നാലത്ത് ഫഅലത്ത്, അപ്പോൾ അത് ഫീലാണ് അല്ലേ? അപ്പോൾ ഞങ്ങളെ മദ്രസ എത്തിച്ചു, എന്താണ് വലിയ സ്ഥാനം എത്തിച്ചു എന്നാണ്. അപ്പൊ ഫീലിയ ജുംല. അവ്വലു റഈസിൻ ആദ്യത്തെ അധ്യക്ഷൻ, ആദ്യത്തെ നേതാവ്. അപ്പൊ ആദ്യത്തെ എന്ന് പറയുന്നത് ഇസ്മിയാണ്. അടുത്ത നഖറഉ കുല്ല ലൈലത്തിൻ സൂറത്ത് യാസീൻ, നഖറഉ ഞങ്ങൾ വായിക്കും ഫീലിയാണ്. ലാ നത്റുകു ഫീലിയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. അടുത്ത ചോദ്യം എന്താ? നുസരിഫ് സർഫാക്കാന. ലാ തക്തുബു ലാസ്റ്റ് ലാ തക്തുബീന എന്നുണ്ട്, പിന്നെ ലാ നക്തുബുണ്ട്, പിന്നെ മാ ദഹബത്ത് സർഫാക്കാണ്ട് ലാസ്റ്റ് മാ ദഹബത്തി മാ ദഹബിന പിന്നെ തമുദ്ദൂന. 3 ഫെയിലാണ് ഇവിടെ സർഫാക്കാനുള്ളത് അല്ലേ? അപ്പോൾ സർഫ് നിങ്ങൾ ഇത് എഴുതണമെങ്കിൽ നിങ്ങൾ സർഫ് പഠിക്കുക, അതല്ലാതെ വേറെ വഴിയില്ല. അപ്പോൾ സർഫാക്കാൻ പഠിക്കുക. കണ്ടോ? ലാ യക്തുബു ലാ യക്തുബാനി ലാ യക്തുബൂന, ലാ തക്തുബു ലാ തക്തുബാനി ലാ യക്തുബിന, പിന്നെ ലാ തക്തുബു ലാ തക്തുബാനി ലാ തക്തുബൂന. ഇത് ഈ സർഫാണുള്ളത്. ഇവിടെ നിങ്ങൾ ആദ്യത്തെ രണ്ട് ലൈന് ഒരു ഗ്രൂപ്പാണ്, പിന്നത്തെ 2 ലൈന് വേറെ ഗ്രൂപ്പാണ്, അവസാനത്തെ 2 വേറെ ഗ്രൂപ്പാണ്. അപ്പോൾ 3 ഗ്രൂപ്പ് ഉണ്ട് ഇവിടെ. നമുക്ക് ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി എന്ന് പേരിടാം. ഗ്രൂപ്പ് എ എന്ന് പറഞ്ഞാൽ അതിൽ ഫുള്ള് യാ ആണ്. ഫസ്റ്റ് വരി ഫുള്ള് യാ, രണ്ടാമത്തെ വരിയിൽ താവും ഉണ്ട്, യാവും, ലാസ്റ്റത്തെ യാവും ഉണ്ട്. പിന്നെ രണ്ടാമത്തെ ഗ്രൂപ്പ് ലാ തക്തുബു ലാ തക്തുബാനി ലാ തക്തുബൂന ഫുള്ള് താ. കണ്ടോ? താഇൻ്റെ കളിയാണ് ഇവിടെ. ഇത് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി, ട്രിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ലാ തക്തുബു ലാ തക്തുബാനി ലാ തക്തുബൂന ലാ തക്തുബീന ലാ തക്തുബാനി ലാ തക്തുബിന. അടുത്ത് ലാ അക്തുബു ലാ നക്തുബു. അർത്ഥമൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. ലാ യക്തുബു എന്ന് പറഞ്ഞാൽ അവന് ഒരാൾ എഴുതൂല എന്നാണ്. പിന്നെ ഇതിൽ ഫുള്ള് അവൻ അവൾ എന്നാണ് വരിക. അവൻ അവൾ അവൾ രണ്ടാൾ അവർ രണ്ടാൾ അങ്ങനെ വരിക. ഇവിടെ നീ ഈ രണ്ടാമത്തെ ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിൽ ഫുള്ള് നീ നിങ്ങൾ എന്ന അർത്ഥം വരിക. ലാ തക്തുബു നീ എഴുതൂല, ലാ തക്തുബാനി നിങ്ങൾ 2 ആൾ എഴുതൂല, ലാ തക്തുബൂന നിങ്ങൾ കുറേ ആൾ എഴുതൂല, ലാ തക്തുബീന നീ ഒരു സ്ത്രീ എഴുതൂല. അങ്ങനെ നീ എന്നുള്ള അർത്ഥം ഉണ്ടാവും. സീല് ഞാൻ എഴുതൂല, ഞങ്ങൾ എഴുതൂല. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ പരീക്ഷയ്ക്ക് വന്ന ചോദ്യം ഏതാണ് എന്ന് പരിശോധിക്കണം. നോക്കൂ നിങ്ങൾ, ലാ തക്തുബു എന്ന് വന്നിട്ടുണ്ട്, ഇവിടെ ലാ തക്തുബീന എന്നും വന്നിട്ടുണ്ട് അല്ലേ? പിന്നെ അപ്പോൾ ലാ തക്തുബു ലാ തക്തുബാനി ലാ തക്തുബൂന ലാ തക്തുബീന. അപ്പോൾ എത്ര എണ്ണം മിസ്സായി? 2 എണ്ണം മിസ്സായി. ഇവിടെ എത്ര ബോക്സ് ഉണ്ട് നോക്കുക? 2 എണ്ണം, 2 ബോക്സ്. അപ്പോൾ ലാ തക്തുബു ലാ തക്തുബാനി ലാ തക്തുബൂന, പിന്നെ ലാ തക്തുബീന. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് ഈ മൊത്തം സർഫിൻ്റെ ബി ഗ്രൂപ്പാണ് ചോദിച്ചത്. എ ഗ്രൂപ്പ് അല്ല, ബി ഗ്രൂപ്പാണ് ചോദിച്ചത്. ബി ഗ്രൂപ്പിൻ്റെ ഫസ്റ്റ് ആണ് ഈ ചോദിച്ചത്. അപ്പോൾ ലാ തക്തുബു ലാ തക്തുബാനി ലാ തക്തുബൂന ലാ തക്തുബീന ലാ തക്തുബാനി ലാ തക്തുബിന. പിന്നെ അപ്പോൾ ഇവിടെ 3 എണ്ണം അല്ലേ? ലാ തക്തുബീന കഴിഞ്ഞിട്ട് 3 എണ്ണം. അപ്പോൾ ലാ തക്തുബീന കഴിഞ്ഞ് 3 എണ്ണം, ലാ തക്തുബാനി ലാ തക്തുബിന, പിന്നെ ലാ അക്തുബു. സി ഗ്രൂപ്പിലെ ഫസ്റ്റത്തും, പിന്നെ ലാ നക്തുബു ഇവിടെ ഉണ്ട്. ഇവിടെ ലാ നക്തുബു കണ്ടോ? ഓക്കെ, അടുത്തത് എന്താ? മാ ദഹബത്ത. ഇതാ ഇവിടെ ഞാൻ 3 ഗ്രൂപ്പ് ആക്കാൻ പോവാണ്. ഫസ്റ്റ് ഗ്രൂപ്പ്, പിന്നെ ആദ്യത്തെ 2 ലൈന് എ ഗ്രൂപ്പ്, സെക്കൻഡ് 2 ലൈന് ബി ഗ്രൂപ്പ്, മൂന്നാമത്തെ സി ഗ്രൂപ്പ്. ഇതാ എ ഗ്രൂപ്പ്, പിന്നെ ബി ഗ്രൂപ്പ്, ലാസ്റ്റത്തെ സി ഗ്രൂപ്പ്, ലാസ്റ്റ് 1 ലൈന് സി ഗ്രൂപ്പ്, 2 എണ്ണം. അപ്പോൾ
മാദഹബ മാദഹബ മാദഹബു മാദഹബത്ത് മാദഹബത്ത മാദഹബിന. ഇനി ഇവിടെ നോക്ക് നിങ്ങൾ, ഇവിടെയൊക്കെ ലാസ്റ്റിൽ താ തുമാത്തും തീ തുമാ തുന്ന എന്നുണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങൾ പറ. ഇല്ല നോക്ക്, മാദഹബുത്ത ഉണ്ടോ, അവസാനം താ അല്ലേ. മാദഹബുത്തുമാ അവസാനം തുമാന്നില്ലേ. മാദഹബുത്തും പിന്നെ തും, പിന്നെ മാദഹബുത്തി മാദഹബുത്തുമാ മാദഹബുത്തുന്ന. അപ്പോൾ ഇതും എന്താ വ്യത്യാസം? ഈ മഞ്ഞ കളറും ഈ ഓറഞ്ച് കളറും എന്താ വ്യത്യാസം? ഇവിടെ പൂജ്യമാണ് അല്ലേ, സുക്കൂനാണ് തായിന്, ഇവിടെ ഫതഹാണ്. അപ്പോൾ ഇവിടെ പൂജ്യമാണ് വന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം എ ഗ്രൂപ്പിലെ സെക്കൻഡ് ലൈനാണ് ചോദിക്കുന്നത്, മനസ്സിലാക്കണം. ഇവിടെ ഫതഹാണെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പ് ബി ഗ്രൂപ്പിന്റെ ഫസ്റ്റ് ലൈനാണ് ചോദിക്കുന്നത് നോക്കാം. ഇനി ഇവിടെ ഏതാ വന്നത് നോക്ക്, മാദഹബത്ത. അപ്പോൾ ബി ഗ്രൂപ്പിന്റെ ഫസ്റ്റ് ആണ് ചോദിച്ചത്. അപ്പൊ ഇവിടുന്ന് എന്താ പറയണ്ടേ, മാദഹബുത്ത മാദഹബുത്തുമാ മാദഹബുത്തും മാദഹബുത്തി മാദഹബുത്തുമാ മാദഹബുത്തുന്ന. ഇത് നിങ്ങൾ കാണാതെ പഠിക്കണം കേട്ടോ. ഇവിടെ ലാസ്റ്റ് എന്താ കൊടുത്തത്, മാദഹബിന എന്നാണ്. അപ്പൊ സി ഗ്രൂപ്പിന്റെ രണ്ടും കൂടി വേണം, മാദഹബത്തു മാദഹബിന. ഓക്കെ, സെറ്റായില്ലേ? അപ്പൊ അത് നിങ്ങൾ പഠിച്ചു. ഇനി അടുത്ത സർഫ് ഏതാണ് വന്ന്, തമുദ്ദൂന. അത് നോക്കാം നമുക്ക്. തമുദ്ദൂന ഇവിടെ നിങ്ങൾ നോക്കുക, യമുദ്ദു യമുദ്ദാനി യമുദ്ദൂന ഇതാണ്. പിന്നെ തമുദ്ദു തമുദ്ദാനി യംദുദിന ഇതാണ് നമ്മൾ പറഞ്ഞ എ ഗ്രൂപ്പ്. പിന്നെ തമുദ്ദു തമുദ്ദാനി തമുദ്ദൂന തമുദ്ദീന തമുദ്ദാനി തംദുദിന ഇതാണ് ബി ഗ്രൂപ്പ്. അടുത്ത അവസാനത്തെ അമുദ്ദു അമുദ്ദു എന്ന് പറയുന്നതാണ് സി ഗ്രൂപ്പ്. ഇനി ഇവിടെ ഏതാ ചോദിച്ചത് നോക്കുക, ഇവിടെ തമുദ്ദൂന ചോദിച്ചു, തമുദ്ദൂന അല്ലേ. പിന്നെ ലാസ്റ്റ് നമുദ്ദുണ്ട്. അപ്പൊ തമുദ്ദൂന എന്നുള്ള എവിടെ ഉള്ളത്, തമുദ്ദൂന. അപ്പോൾ ബി ഗ്രൂപ്പിന്റെ ലാസ്റ്റത്താണ് തമുദ്ദൂന. തമുദ്ദു തമുദ്ദാനി തമുദ്ദൂന ബി ഗ്രൂപ്പിന്റെ ലാസ്റ്റ്. അപ്പൊ അവിടുന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ബാക്കി എന്താ വേണ്ടത്, തമുദ്ദൂന തമുദ്ദീന പിന്നെ തമുദ്ദാനി തംദുദിന അമുദ്ദു നമുദ്ദു. മനസ്സിലായോ? അപ്പൊ അത് നിങ്ങൾ കാണാതെ പഠിക്കുക. എല്ലാ സർഫും നിങ്ങൾ കാണാതെ സെറ്റാക്കി വെക്കണം കേട്ടോ. അടുത്ത അംറു നൗആനി മാഹുമ. അടുത്ത ചോദ്യമാണ്, അംറ് രണ്ട് വിധം ഏതെല്ലാം? അപ്പൊ അംറ് രണ്ട് വിധമാണ്, അതെല്ലാവർക്കും അറിയാം. ഒന്നെന്താണ്, അംറു ഗായിബാണ്. എന്താണ്, അംറു ഗായിബ്. ഇങ്ങനെ ഗായിബ് ചെയ്തിട്ടോ, അംറു ഗായിബ്. മറ്റേത് എന്താണ്, അംറു ഹാദിർ. അതാണ് ഇപ്പുറത്തെ ഇഖ്റ ബിസ്മി റബ്ബിക എന്നുള്ള പാഠത്തിൽ പഠിക്കുന്നത്. ഇവിടെയാണ് അംറുൽ ഹാദിർ. കണ്ടില്ലേ, അംറുൽ ഹാദിർ. അതാണ് അതിന്റെ ഉത്തരം. അടുത്ത ചോദ്യം, അൽ ജുംലത്തുൽ ഇസ്മയ്യത്തു മാഹിയ. ഇത് ആവർത്തിച്ചു വരുന്ന ചോദ്യമാണ്. എന്തായാലും നിങ്ങൾ പഠിക്കണം. നിങ്ങൾ പഠിക്കാതെ ഈ പരീക്ഷയ്ക്ക് പോകുകയേ വേണ്ട. എന്തായാലും പരീക്ഷയ്ക്ക് വരും. ഇസ്മിയായ ജുംല എന്നാൽ എന്ത്, പിന്നെ ഫീലിയായ ജുംല എന്നാൽ എന്ത്? നോക്കൂ, അൽ കലിമത്തു. ഇവിടെ അൽ ജുംലത്തുല്ലത്തി തുബ്ദഉ ബി ഇസ്മിൻ തുസമ്മ ജുംലത്തൻ ഇസ്മിയ. ഞാൻ അർത്ഥം പറയാം. അൽ ജുംലത്തുല്ലത്തി തുബ്ദഉ ബി ഇസ്മിൻ, ഇസ്മു കൊണ്ട് തുടങ്ങപ്പെടുന്ന ജുംല, സെന്റൻസ്, സെന്റൻസ് തുസമ്മ അതിന് പറയും ജുംലത്തൻ ഇസ്മിയ. അപ്പൊ നിങ്ങൾ കാണാൻ പഠിക്കുക, അൽ ജുംലത്തുല്ലത്തി തുബ്ദഉ ബി ഇസ്മിൻ തുസമ്മ ജുംലത്തൻ ഇസ്മിയ. ഇത് അറബി തന്നെ കാണാതെ പഠിക്കണം, എന്നാലേ അറബിയിൽ പൂരിപ്പിക്കാൻ കഴിയുള്ളൂ. അൽ കലിമത്തുൽ ഊലാ മിനൽ ജുംലത്തിൽ ഇസ്മിയത്തി തുസമ്മ മുബ്തദഅ വസാനി ഖബറ. അപ്പൊ നിങ്ങൾ പഠിക്കണം എന്താണ് മുബ്തദഅ. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും. ആവർത്തിച്ചു വരുന്ന 4 ചോദ്യങ്ങളുണ്ട് എല്ലാ പരീക്ഷയ്ക്കും. അതിൽപ്പെട്ട ഒരു നാലാമത്തെ ചോദ്യമാണിത്. ബാക്കി 3 ഞാൻ ഇപ്പൊ പറയും. അപ്പോൾ ഏതാണ്, അൽ ജുംലത്തുല്ലത്തി തുബ്ദഉ ബി ഇസ്മിൻ തുസമ്മ ജുംലത്തൻ ഇസ്മിയ. അൽ കലിമത്തുൽ ഊലാ മിനൽ ജുംലത്തിൽ ഇസ്മിയത്തി തുസമ്മ മുബ്തദഅ വസാനി ഖബറ. അതായത് ഇത്ര സംഭവമുള്ളൂ. അല്ലാഹു ഗഫൂർ ഇസ്മിയ ജുംലയാണല്ലോ. ഇതിന്റെ ആദ്യത്തെ വാക്കിന് ഈ അല്ലാഹ് എന്നുള്ളതിന് മുബ്തദഅ എന്ന് പറയും. ഗഫൂർ എന്നുള്ള രണ്ടാമത്തെ വാക്കിന് ഖബർ എന്ന് പറയും. ഇതിന്റെ പേര് മുബ്തദഅ, ഇതിന്റെ പേര് ഖബർ. അത്രേ ഉള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞത്. പക്ഷെ അത് അറബിയിൽ പറയണം. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ അറബിയിൽ പഠിക്കണം. അൽ കലിമത്തുൽ ഊല ഒന്നാമത്തെ വേർഡ്, ഫസ്റ്റ് വേർഡ്, മിനൽ ജുംലത്തിൽ ഇസ്മിയ എന്താണ്, ഇസ്മിയായ ജുംലയിൽ നിന്നുള്ള ഫസ്റ്റ് വേർഡ് തുസമ്മ, ഇറ്റ് ഈസ് നോൺ ആസ്, ഇതിന് പറയപ്പെടും മുബ്തദഅ. വസാനി രണ്ടാമത്തിന് പറയും ഖബർ എന്ന് പറയും. അത്രേ ഉള്ളൂ. സിമ്പിൾ. ഓക്കെ, അടുത്തത് പരിഭാഷപ്പെടുത്താനാണ്. എന്താണ്, ലുരിബർ റജുലു ഫീ ളുൽമത്തിൽ ലൈലി. എന്താ അർത്ഥം? ലുരിബർ റജുലു പുരുഷൻ അടിക്കപ്പെട്ടു, ഫീ ളുൽമത്തിൽ ലൈലി രാത്രിയുടെ ഇരുട്ടിൽ. അപ്പോൾ രാത്രിയുടെ ഇരുട്ടിൽ പുരുഷൻ അടിക്കപ്പെട്ടു. അടുത്തത്, അന അജീഉ ഇലൽ മദ്രസത്തി ഗദൻ. ഞാൻ നാളെ മദ്രസയിലേക്ക് വരും. ജാഅറ വന്നു, അജീഉ വരും. അന അജീഉ ഞാൻ വരും, ഇലൽ മദ്രസത്തി ഗദൻ നാളെ മദ്രസയിലേക്ക് വരും. ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ആവർത്തിച്ചു വരുന്ന 3 ചോദ്യങ്ങൾ, 4 ചോദ്യം ഉണ്ടായാലും ഒരു ചോദ്യം പറഞ്ഞു കഴിഞ്ഞു. ഇനി പിന്നെ 3 ചോദ്യങ്ങളുണ്ട്. ഇതാ അതിൽ ഒന്നാമത്തെ ചോദ്യം ഇതാണ്,
പൂരിപ്പിക്കാൻ വരുന്ന ഒരുപാട് തവണ പൂരിപ്പിക്കാൻ വരുന്ന ചോദ്യമാണ്. ഇദാ ദുക്കിറൽ ഫായിലു, ഫായില് പറയപ്പെട്ടാൽ മഅൽ ഫിഇലി, ഫീലിനോടൊപ്പം. എന്താ ഫായിൽ പറഞ്ഞാൽ ഒരു പണി ചെയ്യുന്ന ഒരാളുണ്ടാവും. ഇപ്പോൾ ചായ കുടിച്ചു, ആര് ചായ കുടിച്ചു? ഉപ്പ. അപ്പോൾ ഉപ്പ ചായ കുടിച്ചു എന്ന് പറയുമ്പോൾ ആ ഫായിലാണ്, ചായ കുടിച്ച ആളാരാണ്? അവരാണ് ഫായിൽ. അപ്പോൾ ഫായിൽ പറയപ്പെട്ടാൽ മഅൽ ഫീലി, ഫീലിനോടൊപ്പം പറയപ്പെട്ടാൽ കാനൽ ഫിഇലു മഅറൂഫ്, ആ ഫീലിനൊരു പേരുണ്ട്. എന്താണ്? മഅറൂഫ്. അങ്ങനെ ആള് പറഞ്ഞിട്ടില്ലെങ്കിലോ അതിനെന്ത് പറയും? മജ്ഹൂൽ എന്ന് പറയും. എന്ത് പറയും? മജ്ഹൂല്. അപ്പോൾ നമ്മൾ പറയാം എന്താണ്? മിദ്ലാജ് സഈദിനെ അടിച്ചു. മിദ്ലാജ് സഈദിനെ അടിച്ചു. ആരാ അടിച്ചത്? മിദ്ലാജ്. ആരാ അടിച്ചു? സഈദിനെ. അപ്പോൾ നമ്മൾ മിദ്ലാജ് അടിച്ചു എന്ന് പറയും. മിദ്ലാജ് അടിച്ചു. അപ്പോൾ അതെന്താണ്? അത് മഅറൂഫാണ്, കാരണം ഫായിൽ പറഞ്ഞു. ഇനി ഫായിൽ പറയപ്പെടാതെ പറയും. എന്താ? സയ്യിദിനല്ല അടി കിട്ടി. അപ്പോൾ നമ്മൾ പറയും സയ്യിദ് അടിക്കപ്പെട്ടു എന്ന് പറഞ്ഞു. സയ്യിദ് അടിക്കപ്പെട്ടു. അപ്പോൾ അതിനെന്ത് പറയും? മജ്ഹൂൽ എന്ന് പറയും. അപ്പോൾ എന്താണ് മഅറൂഫ്, എന്താണ് മജ്ഹൂൽ? അറബിയിൽ പറയാൻ കിട്ടണം. ഇദാ ദുകിറൽ ഫാഇലു മഅൽ ഫിഇലി കാനൽ ഫിഇലു മഅറൂഫ, കാനൽ ഫിഇലു മഅറൂഫ വ ഇല്ലം യദ്കുർ, പറയപ്പെട്ടിട്ടില്ലെങ്കിൽ കാന മജ്ഹൂല, ആ ഫീൽ എന്താണ്? മജ്ഹൂല. ഇത് പൂരിപ്പിക്കാനാ വരിക. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. പൂരിപ്പിക്കാൻ വരും, നിങ്ങൾ കാണാതെ പഠിക്കണം. മജ്ഹൂല്, മഅറൂഫ്, ഈ രണ്ട് പേരുകൾ പൂരിപ്പിക്കാൻ വരും. ഇദാ ദുക്കിറൽ ഫായിലു മഅൽ ഫിഇലി കാനൽ ഫിഇലു മഅറൂഫ, കാനൽ ഫിഇലു മഅറൂഫ. ഓക്കെ, അപ്പോൾ അതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ ഇതാ ഇവിടെ എന്താണ്? അദാത്തുൻ നഫി ഫിൽ മാദി ഹർഫു മാ ഫി അവ്വലിൽ ഫീലി. എന്താണ്? അദാത്തുൻ നഫി ഫിൽ മാദി, നേരത്തെ നമ്മൾ പറഞ്ഞ ചോദ്യമാണിത്. നഫീൻ്റെ അക്ഷരം ഫിൽ മാദി, മാദിയിൽ നഫീൻ്റെ അക്ഷരം ഹർഫു മാ എന്ന അക്ഷരമാണ്. ഫി അവ്വലിൽ ഫീലി, ഫീലിൻ്റെ ആദ്യത്തിലുള്ള മാ എന്ന അക്ഷരമാണ്. അപ്പോൾ അത് പൂരിപ്പിക്കാനാണ് വരിക. മൂന്നാമത്തെ ചോദ്യം ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതെന്താ? ഇദാ ദഖല ഹർഫുല ഫി അവ്വലിൽ ഫിഇലിൽ മുളാരിഇ യകൂനു മൻഫിയ വ ഇല്ലാ യകൂനു മുസ്ബത്ത. ഈ യകൂനു മൻഫിയയും വ ഇല്ലാ യകൂനു മുസ്ബത്ത, ഇത് രണ്ടുമാണ് പൂരിപ്പിക്കാൻ വന്നത്. അതുപോലെ ഹർഫുല, ഈ 3 പോയിന്റ് അവിടെ ഓർത്തു വെക്കുക. ഇനി ഹാഫിയർ അഥവാ അരക്കൊല്ല പരീക്ഷയ്ക്ക് വരുന്ന മറ്റു ചില ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതാ ളുരിബർ റജുലു ഫി ളുൽമത്തിൽ ലൈലി, അതുപോലെ മലയാളം എഴുതാൻ വന്നു. അത് നമ്മൾ കണ്ടു. പിന്നെ അടുത്ത പാഠത്തിൽ ഹാഫിയർ എക്സാമിന് വന്ന ഇതെന്താണ്? സർഫാക്കാനാണ് വന്നത്. ഈ മുദ്ദൂന എന്നുള്ളത് സർഫാക്കാൻ. അടുത്ത പാഠത്തിൽ ഇത് സർഫ് ചെയ്യാനും പിന്നെ ഇത് പൂരിപ്പിക്കാനും വന്നു. പിന്നെ അങ്ങനെ പോയിട്ട് അടുത്ത പാഠത്തിൽ നോക്കുക. ലാ യൻളുറുല്ലാഹു ഇലാ സുവരിക്കും വലാ ഇലാ അജ്സാമിക്കും, ഇത് പൂരിപ്പിക്കാൻ വന്നിട്ടുണ്ട് ഒരു പരീക്ഷയ്ക്ക്. എന്താ ഇതിൻ്റെ അർത്ഥം? അള്ളാഹു നോക്കൂല, ഇലാ സുവരിക്കും നിങ്ങളുടെ രൂപത്തിലേക്ക്, വലാ ഇലാ അജ്സാമിക്കും നിങ്ങളുടെ ശരീരത്തിലേക്കും. അപ്പോൾ ഇതിൻ്റെ അർത്ഥം മലയാളത്തിൽ എഴുതാൻ വന്നാൽ, ട്രാൻസ്ലേഷൻ ചെയ്യാൻ, തർജ്ജമ ചെയ്യാൻ വന്നാൽ നിങ്ങൾ എന്താ ചെയ്യുക? ഇവിടെ അള്ളാഹു എന്നുണ്ടല്ലോ, അപ്പം തന്നെ നിങ്ങൾക്ക് ഓർമ്മ വേണം അള്ളാഹു നിങ്ങളുടെ രൂപത്തിലേക്കും നിങ്ങളുടെ ശരീരത്തിലേക്കും നോക്കൂല. ലാ യൻളുറു പറഞ്ഞാൽ നോക്കൂല കേട്ടോ, ലാ യൻളുറു നോക്കൂല. അപ്പോൾ അത് ഓർത്തു വെക്കുക. പിന്നെ ഇവിടെ പൂരിപ്പിക്കാനുള്ളത് പിന്നെ ലാ യക്തുബു സർഫാക്കാൻ, ലാ യക്തുബു ലാ യക്തുബാനി സർഫാക്കാൻ, അത് പരീക്ഷയ്ക്ക് വന്നതാണ്. പിന്നെ ഇവിടെ ജുംലത്ത് ഇസ്മിയയും ജുംലത്ത് ഫീലയും വേർതിരിക്കാൻ. പിന്നെ ഇവിടെ എന്താണ് ജുംലത്തുൽ ഇസ്മിയ, അതിൻ്റെ പിന്നെ മുബ്തദ, അതിൻ്റെ ഖബർ, അത് പിന്നെ അടുത്തത് ഇതാ ഇവിടെ മറ്റൊരു ചോദ്യം. യൻളുറുൽ വലദു ഇലാ വജ്ഹി അബീഹി, ഇത് മലയാളത്തിലേക്ക് ആക്കാൻ വന്നിട്ടുണ്ട് ഒരു തവണ. എന്താണ്? കുട്ടി അവരുടെ ഉപ്പയുടെ മുഖത്തേക്ക് നോക്കുന്നു. യൻളുറു പറഞ്ഞാൽ നോക്കട്ടോ. അടുത്തത് ഇതിൻ്റെ ഒക്കെ അറബി നിങ്ങൾ പഠിച്ചു വെക്കണം. മരണം നീളമുള്ളതാണ്, പുസ്തകം പുതിയതാണ്. പുസ്തകം പുതിയതാണെന്നുള്ളതിന് എങ്ങനെ അറബി പറയാ? എന്താണ്? കിതാബുൻ ജദീദ്, അൽ കിതാബു ജദീദുൻ. കുട്ടി ഖുർആൻ ഓതുന്നു, എങ്ങനെ അറബി പറയാ? യഖ്റഉൽ വലദു അൽ ഖുർആന. പിതാവ് കർഷകനാണ്, അൽ അബു സാരിഉൻ. സഹോദരൻ മക്കയിലേക്ക് പോകുന്നവനാണ്, എന്താണ്? സഹോദരൻ സദീഖ്. ദാഹിബുൻ ഇലാ മക്ക, ഇത് അറബി എഴുതാൻ വന്നിട്ടുണ്ട്. ഞാൻ 6ാം ക്ലാസ്സിൽ വിദ്യാർത്ഥിയാണ്, ഇതും അറബി എഴുതാൻ വന്നിട്ടുണ്ട്. എങ്ങനെ പറയാം? ഞാൻ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അന ദാരിസുൻ ഫി സഫി സാലിസ്. ഇത് മരമാണ് കേട്ടോ, മരണമല്ല. മരം നീളമുള്ളതാണ്. മരം എന്ന് പറഞ്ഞാൽ ഷജറത്തു. അപ്പം ഷജറത്തു തൊവീലത്തുൻ, അങ്ങനെ ഓർത്തു വെക്കുക. പിന്നെ സുർന മക്കാബിറുൽ മുസ്ലിം മക്കാബിറ സ്വാലിഹീൻ,
ഇത് ഒരു തവണ പരീക്ഷയ്ക്ക് അതിൻ്റെ മലയാളത്തിലേക്ക് മാറ്റാൻ വന്നിട്ടുണ്ട്. സുർന ഞങ്ങൾ എന്ത് ചെയ്തു? സിയാറത്ത് ചെയ്തു. മക്കാബിറ സ്വാലിഹീൻ, സ്വാലിഹീങ്ങളുടെ മക്ബറകൾ, സ്വാലിഹീങ്ങളുടെ ശ്മശാനം. അപ്പം എങ്ങനെ പറയാം? സജ്ജനങ്ങളുടെ ശ്മശാനം ഞങ്ങൾ സിയാറത്ത് ചെയ്തു. അടുത്ത ലാ നതുർക്ക് സൗമ യൗഫി ഫി റമദാന, റമദാനിൽ ഒരു ദിവസം നീ എന്ത് ചെയ്യരുത്? നോമ്പ് ഒഴിവാക്കരുത്. പിന്നെ ഇവിടെ ഇതിൻ്റെ പരിഭാഷ വരുത്താൻ പിന്നെ ബാ യബിഉ തബിഉ ബിഅ, ബാൻ്റെ അംറ് ഹാദിർ ബിഅ, നാമ നം, സാറ സിർ, നാല നൽ. പിന്നെ ഇവിടെ നഹ ഇൻഹ, ദഅ ഉദ്ഉ, വലിയ ലി, പിന്നെ വഖാ ഖി. പിന്നെ ഇത് സർഫാക്കാൻ, പിന്നെ ഇത് പൂരിപ്പിക്കാൻ. പിന്നെ ഇവിടെ ഈ പാഠത്തുനിന്ന് വന്നത് ഇതാണ്. ലിയദ്റുസു കുല്ല ത്വാലിബിൻ ദർസഹു ലിയുക്കമ്മിൽ കുല്ലു ആമിലിൻ അമലഹു ലിയൽഅബ് കുല്ല ദാരിസിൻ ഫി വക്തിൽ ലഅബി. അപ്പോൾ ഇൻഷാ അള്ളാഹു എല്ലാവർക്കും നല്ല ഫുൾ മാർക്കോട് കൂടിയുള്ള ലിസാനുൽ ഖുർആനിൽ സമ്പൂർണ്ണ വിജയം നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.